ഹായ് ഓൾ ഏഡസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് RRB NTPCയുടെ ഒരു അപേക്ഷയുടെ കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്, ഏത് രീതിയിലാണ് അപേക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പ്രധാനമായിട്ടും ചെയ്തത്. അതായത് എങ്ങനെ വൺ ടൈം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വൺ ടൈം രജിസ്റ്റർ ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വൺ ടൈം രജിസ്റ്റർ ചെയ്തവർക്ക് ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ NTPC ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ വേണം നമ്മൾ അപ്ലൈ ചെയ്യുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സോണാണ് പ്രിഫർ ചെയ്യുന്നത്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ RRBയുടെയും വേക്കൻസി അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ പോസ്റ്റുകളുടെ എണ്ണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് കടക്കാം. അതായത് എങ്ങനെയാണ് നമ്മൾ RRB NTPC ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ബാക്കി എക്സാമുകൾക്കൊക്കെ ചെയ്ത പോലൊക്കെ തന്നെയാണ്, വലിയ എന്താ പറയുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഏത് രീതിയിലാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഓൾറെഡി നേരത്തെ കണ്ടതുപോലെ തന്നെ RRB ചെന്നൈയുടെ സൈറ്റ് തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ആ കയറുന്നൊന്നും കാണിക്കുന്നില്ല, സൈറ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, ഇത് RRB ചെന്നൈയുടെ സൈറ്റാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന സെയിം നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ നമ്മൾ എത്തുകയാണ്. എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഓഫ് യൂഷ്വൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ എന്താണ്, ഇവിടെ വന്ദേ ഭാരതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ്. വന്ദേ ഭാരതിൻ്റെ ഇൻ്റർഫേസിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ എത്തുന്നു. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് ഓൾറെഡി ആവാൻ അക്കൗണ്ട് ഉണ്ട് അല്ലേ. നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെ പറ്റി ചിന്തിക്കുന്നില്ല, ഓൾറെഡി ആവാൻ അക്കൗണ്ട് കൊടുക്കുന്നു. ഇവിടെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇവിടുത്തെ ID പാസ്വേഡ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ID പാസ്വേഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. നമ്മൾ അതിന് ശേഷം എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മളിവിടെ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ലോഗിൻ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റിനകത്തേക്ക് കയറാൻ പറ്റുകയാണ്. വെബ്സൈറ്റിനകത്തേക്ക് പോകുമ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മിനിമം എക്സാമിനേഷനും ക്വസ്റ്റ്യനും അതൊക്കെ എന്തായിരിക്കും, അതിന് പോകുമ്പോൾ ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജിലുണ്ടാവുമെന്നും ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷിലൊരു കണ്ടന്റ് ഉണ്ടാവുന്നൊക്കെയുള്ളതാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക, വായിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്താണ്, ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കിയിട്ട് ഇനി നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകണം. ഏറ്റവും മുകളിൽ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്നിങ്ങനെയോടൊപ്പം നമ്മളതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ RRBയുടെ സൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്, ഇതിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഇവിടെയാണ് നമ്മൾ സോൺ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ സോണല്ല, നമ്മൾ ഏത് RRB ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ സോണുകൾ ബേസ് ചെയ്ത് ഏതൊക്കെ RRBകളാണ് നമ്മൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. അങ്ങനെ മുംബൈ എന്ന് പറയുന്നൊരു ഇത് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നു. ഐ ആം നോട്ട് കറൻ്റ്ലി ഡീബാർഡ് ഫ്രം RRB അല്ലെങ്കിൽ RRC എന്ന് പറയുന്നൊരു വ്യവസ്ഥയുണ്ട്. അതായത് നമ്മളെ RRB പുറത്താക്കിയിട്ടില്ല, ഒരു കാരണവശാലും നമ്മളെ പുറത്താക്കിയിട്ടില്ല എന്ന് കൊടുക്കുന്നു. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുന്നതോടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ തുടങ്ങുകയാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇവിടെ തുടങ്ങുകയാണ്. ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് തുടങ്ങി. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി നമ്മൾ വൺ ടൈമിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് ആദ്യമായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ്, അതിനുശേഷം അതർ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, അപ്ലോഡ് പ്രൊഫൈൽ, അതായത് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. ലാസ്റ്റിൽ പ്രിഫറൻസ്. ഇത്രയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്കുള്ള ഘട്ടങ്ങൾ. ഇതിൽ ആദ്യത്തെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഓൾമോസ്റ്റ് കൊടുത്തിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കും. ഇനി നമ്മുടെ ഇവിടുത്തെ റിലീജിയൻ, മദർ ടങ്, ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഇൻ എക്സാമിനേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്സ് എന്തെങ്കിലും അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ OBCയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ EWSുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ SC/ST ആയിട്ട് ബന്ധപ്പെട്ടോ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. അവിടെ നമ്മൾ എന്താണോ ഉള്ളത് അത് കൊടുക്കുക. ഇവിടെ അതർ ബാക്ക്വേർഡ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതർ ബാക്ക്വേർഡ് കൊടുത്തിട്ട് ഇതിന് ശേഷം താഴെയുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഡു യു കം അണ്ടർ OBC നോൺ ക്രിമീലിയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ആനുവൽ ഇൻകം 6 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു OBC റിസർവേഷൻ എലിജിബിൾ ആണ്. അതിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, അതിനുള്ള എലിജിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ യെസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മുടെ സർട്ടിഫിക്കറ്റ്, ഇവിടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, തന്നിരിക്കുന്ന അതോറിറ്റിയുടെ പേര് കൊടുത്തിട്ടുണ്ട്, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് തന്നിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട്. ഇനിയും അതിൻ്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഒരു വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുവാനെന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഡേറ്റ് കഴിഞ്ഞു പോയതാണെങ്കിൽ ഒരിക്കലും അതിലൂടെ അക്സെപ്റ്റ് ചെയ്യരുത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ്, ജില്ല, വീട്ടുപേര്, അഡ്രസ്സ്, താലൂക്ക്, ഈ വക കാര്യങ്ങളാണ്. അതിന് താഴെ നിങ്ങളുടെ 2 കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് ഇവിടെ ടിക്ക് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ കൊടുക്കും. അതിനുശേഷം നമ്മളിവിടെ സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ്. അടുത്ത് ഇവിടെ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സേവ് കൊടുക്കുന്നു. സേവിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് പോകാവുന്നതാണ്. ഇനി അവിടെ നമ്മൾ ഇനി കൊടുക്കാനുള്ളത് എക്സ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ എക്സ് സർവീസ്മാൻ ആണോ, അതർ ഡീറ്റെയിൽസ് നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ആണ് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും കൊടുക്കുക. അതിനുശേഷം വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, പറയത്തക്ക എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ്, അതായത് ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് അതിന്റെ ഡിസബിലിറ്റീസ് എന്ന്. ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഡിസബിലിറ്റീസ് മാത്രമേ നിങ്ങൾ പോകാവൂ. അതുണ്ടെങ്കിൽ കൊടുക്കുക. അതിനുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്. അവർക്ക് ചില ജോബുകൾക്ക് റിസർവേഷൻ ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും വെച്ച് ക്ലെയിം ചെയ്യരുത്. ഉള്ളതാണെങ്കിൽ ജെന്യുവൻ ആണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക, നോ കൊടുത്തേക്കുക. ഇനിയും സ്ക്രൈബുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരീക്ഷ സ്വയം എഴുതാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്ക്രൈബ് വേണമെങ്കിൽ വേണമെന്നും വേണ്ടാന്നും കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇക്കണോമിക്കലി ബാക്ക്വേർഡിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ അത് കൊടുക്കുക. അവർക്ക് ഫീസിലൊക്കെ വളരെ ഇളവുകളുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. അവിടെ നോ കൊടുക്കുക. ഇനിയും ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എംപ്ലോയ്മെന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇവിടെ ഇല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നിലവിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, കറണ്ട് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ അതിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു പോവുക. ഉള്ളവരാണെങ്കിൽ അത് കൊടുക്കുക. അതോടുകൂടി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവിടെ കഴിഞ്ഞു. ഇനിയും അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് റെയിൽവേയുടെ ഫീസ് അറിയാം. അതായത് RRBക്ക് 500 രൂപ ഫീ വാങ്ങുന്നുണ്ട്. അതിൽ 400 രൂപ നമുക്ക് റീഫണ്ട് കിട്ടും. അതായത് മറ്റൊന്നിനുമല്ല, നമ്മുടെ ഈ ഒരു പരീക്ഷ അറ്റംപ്റ്റ് ചെയ്താൽ, അതായത് CBT 1 നിങ്ങൾ പോയി അറ്റംപ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 400 രൂപ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് തരും റെയിൽവേ. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾക്ക് പൈസ തിരിച്ചു വരേണ്ടുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് മുഴുവൻ എൻ്റർ ചെയ്യണം. അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ടറുടെ നെയിം, ബാങ്കിൻ്റെ IFSC കോഡ് നമ്പർ, ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി വരും. അതും എന്ത് ചെയ്യുക, സേവ് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകുക. ഇവിടെ സേവ് ചെയ്യുന്നു, നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തത് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് മസ്റ്റ് ആയിട്ട് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ മെട്രിക്കുലേഷൻ്റെ SSLCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുകയും വേണം. ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഒരു PDF കോപ്പി ആയിട്ട് എന്ത് ചെയ്യണം, PDF കോപ്പി ആയിട്ട് നിങ്ങളതിൽ അപ്ലോഡ് ചെയ്യുക കൂടി വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കണ്ടല്ലോ, ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽ വരികയും ഒപ്പം തന്നെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയും വേണം. അത് ഒരു തവണ എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഡേറ്റും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും, അല്ലാത്ത എഡിറ്റിംഗ് ഒന്നും പറ്റില്ല, ഡിലീറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല ഇമേജും നല്ല ക്ലാരിറ്റി ഉള്ള ഡീറ്റെയിൽസും വേണം കൊടുക്കുവാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും പാടില്ല. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് സാധ്യമാണ്, പക്ഷേ നമുക്ക് അപ്ലോഡ് ഒന്നും പിന്നീട് പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ എന്താണ്, നമ്മുടെ ബാച്ചലർ ഡിഗ്രിയാണ്. ബാച്ചലർ ഡിഗ്രി നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി കൊടുത്താൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആഡായിട്ട് വരും. ഇവിടെ നമുക്ക് കാണാം നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ്, നമുക്ക് എന്തൊക്കെയാണ് കോഴ്സുകളെന്നൊക്കെയുള്ള നമ്മൾ ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കാര്യങ്ങൾ ഓക്കെയായി നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് എന്ത് കിട്ടും, കോളം കിട്ടും. നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് അപ്ഡേഷൻ അവിടെ കഴിഞ്ഞു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്നുണ്ടാവും, ഇതിന് സമാനമായിട്ട് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്യൂർലി വൈറ്റ് ആയിരിക്കണം. വൈറ്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ആവില്ല. ഇനി ഇതിൻ്റെ നീളം, ഹൈറ്റ് എന്ന് പറയുന്നത് 320 × 240 പിക്സൽ ആയിരിക്കണം. അതായത് 35 mm × 45 mm ആയിരിക്കണം. അതായത് കുറച്ചും കൂടി പറഞ്ഞാൽ ഈ പിക്സലിനുള്ളതായിരിക്കണം. മാത്രമല്ല ഇതിൻ്റെ ഫോട്ടോയുടെ സൈസ് വന്നിട്ട് 30 നും 70 KB ഇടയിലുള്ളതായിരിക്കണം. അതായത് 30-70 KB കണ്ടന്റിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നതായിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് പ്യൂർലി എന്തായിരിക്കണം, വൈറ്റ് ആയിരിക്കണം. ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ഫോട്ടോസിൽ വ്യക്തമായിട്ട് കാണാൻ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഒന്നും തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ല.
പലപ്പോഴും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നതിന് പോലും കാരണമാകും എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടത്, ഇത് ഓരോരോ ഫോട്ടോയിൽ കാണുന്ന പോലെ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടതും ഏതെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ട് മുഖം പ്രോപ്പറായിട്ട് കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ ആണെങ്കിലും ഈ ഫോട്ടോ ഒരിക്കലും അപ്ലോഡ് ആവില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് രണ്ടാമതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് സിഗ്നേച്ചർ ആണ്. ഇവിടെ സിഗ്നേച്ചർ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സിഗ്നേച്ചറിൻ്റെ ഒരു ലെങ്ത്, അതിന് 60 പിക്സൽ ഹൈറ്റും 140 പിക്സൽ വിട്ടുമാണ് ഉണ്ടാകേണ്ടത്. മനസ്സിലായല്ലോ? അതായത് 60 പിക്സൽ ഹൈറ്റും 140 പിക്സൽ വിട്ടുമുള്ള ഒരു ഇമേജ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇത് ബ്ലാക്കിലോ ബ്ലൂവിലോ എടുത്തതായിരിക്കണം. അതായത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്കിലോ ബ്ലൂ പെന്നിലോ എങ്കിലോ നമ്മൾ സൈൻ ചെയ്തതായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയും സൈസ് പറയുന്നത് 30 KB-ക്കും 70 KB-ക്കും ഇൻ ബിറ്റ്വീനായിട്ടുള്ള ഇമേജ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ സേവ് കൊടുക്കുക, സേവിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. ഇവിടെ സേവ് കൊടുക്കുന്നു. നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രിഫറൻസ് എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കാൻ പോവുകയാണ്. ഇത് മുമ്പേ ആയതുകൊണ്ട് തന്നെ ഇവിടെ 10 വേക്കൻസികളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10 ഡിഫറെൻറ്റ് തസ്തികകളാണ് ഇവിടെ നമുക്ക് മുംബൈയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എനിക്ക് എൻ്റെ പ്രിഫറൻസ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് സ്റ്റേഷൻ മാസ്റ്ററാണ്. ഇതാ കണ്ടല്ലോ, 12ഉം 13ഉമാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, CR സ്റ്റേഷൻ മാസ്റ്ററും SCR സ്റ്റേഷൻ മാസ്റ്ററും കൊടുക്കുന്നു. ആദ്യമായിട്ട് CR സ്റ്റേഷൻ മാസ്റ്റർ, രണ്ടാമത് SCR സ്റ്റേഷൻ മാസ്റ്റർ കൊടുക്കുന്നു. അടുത്തതായിട്ട് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ കൊടുക്കുന്നു. അത് തന്നെ SCR-ന്റെ കൊടുക്കുന്നു. ഇനി WR ഗുഡ്സ് ട്രെയിൻ മാനേജർ കൊടുക്കുന്നു. CR സെൻട്രൽ റെയിൽവേയുടെ ഗുഡ്സ് മാനേജർ കൊടുക്കുന്നു. ഇനി SCR ഗുഡ്സ് മാനേജർ കൊടുക്കുന്നു. സീനിയർ അടുത്ത വേക്കൻസി കൊടുക്കാൻ പോകുന്നത് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണ്. അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ എൻ്റെ പ്രിഫറൻസ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഓരോരോ തസ്തികളായിട്ട് ഞാനിവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആഡ് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെ 10 തസ്തികൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു സോണിൽ മുംബൈ സോണിൽ എനിക്ക് താല്പര്യമുള്ള തസ്തികളെല്ലാം കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുത്തു, നമ്മളെല്ലാ ഡിക്ലറേഷനും കൊടുത്തു. ഡിക്ലറേഷൻ കൊടുത്ത ശേഷം നമ്മളിവിടെ സേവ് കൊടുക്കുന്നു, പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ ഇവിടെ കാണാൻ പറ്റും. ആ പ്രിവ്യൂ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇതാ കണ്ടല്ലോ, ഇവിടെ ആപ്ലിക്കൻ്റെ പ്രിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റീചെക്ക് ചെയ്തു എന്നും അതിനുശേഷം നമ്മൾ സബ്മിറ്റും കൊടുക്കുകയാണ്. സബ്മിറ്റ് ചെയ്ത് കൊടുത്ത് വീണ്ടും സബ്മിറ്റ് കൊടുക്കാൻ ഓപ്ഷൻ വരും. അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ പിന്നീട് യാതൊരുവിധ മാറ്റങ്ങളും വരുത്താൻ പറ്റില്ല. അതിനൊരു വിൻഡോ ഓപ്പൺ ആവും. പക്ഷേ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സോണുകൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന RRB മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. നമ്മുടെ മെയിൽ ID ഫോൺ നമ്പർ മാറ്റാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമുക്ക് മാറ്റാൻ പിന്നെയും പറ്റും. അപ്പോൾ ആ ഒരു പ്രിവിലേജ്, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. വീണ്ടും ഒരു സബ്മിറ്റ് ഓപ്ഷൻ കൂടി വരും. അതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ പൂർത്തിയാവും. അതിനുശേഷം നിങ്ങൾ ഡീഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ പേയ്മെൻറ്റ് വിൻഡോയിലായിട്ടാണ്. ഈ പേയ്മെൻറ്റ് വിൻഡോയിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേ ചെയ്യാം. പൈസ ഇല്ലെങ്കിൽ ഈ ഡേറ്റ് തീരുന്നതിന് മുമ്പ് നിങ്ങൾ പൈസ കണ്ടെത്തി അടച്ചാലും മതിയാവും. 500 രൂപയാണ് അടയ്ക്കേണ്ടത്. എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ 400 രൂപ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അതായത് 100 രൂപ ഒരു കൺവീനിയൻസ് ഫീന്നോ മറ്റെന്തോ ഫീ എന്ന് പറഞ്ഞവർ എടുക്കുന്നുണ്ട്. SC ST വുമൺ ആൻഡ് എക്കണോമിക്കലി വീക്കർ എന്നിങ്ങനെ പറയുന്ന കുറച്ച് വിഭാഗങ്ങൾക്ക് ഈ ഫീസിൽ ഇളവുണ്ട്. 250 രൂപ മാത്രമാണ് അടച്ചാൽ മതി. ആ ഫീസ് പൂർണ്ണമായിട്ടും തിരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് തരികയും ചെയ്യും റെയിൽവേ. അതുകൊണ്ട് തന്നെ ധനപരമായിട്ട് വളരെ ലിബറലായിട്ട് നടത്തുന്ന എക്സാമാണ്. അതായത് ജനറൽ കമ്മ്യൂണിറ്റിക്കും OBC-ക്കാർക്കും 100 രൂപയും മറ്റു വിഭാഗങ്ങൾക്ക്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന SC ST വുമൺ അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ എക്സാം നടത്തുന്നത്. അപ്പം ഇത്രയും പ്രൊസീജിയർ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് കൂടി അടച്ചേ പറ്റൂ. ഈ പേയ്മെൻറ്റ് അടയ്ക്കാൻ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. പേയ്മെൻറ്റ് അടയ്ക്കുക കൂടി ചെയ്യുന്നതോടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് പിന്നീട് പഠിക്കുക, എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ എക്സാം പാസ്സാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുമെന്നും കരുതുന്നു. വൈകണ്ട, ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.